മലയോരത്ത് മഴ കനത്തു പെയ്യുന്നത് നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. നിർമ്മാണ മേഖല സ്തംഭിച്ചതോടെ അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ വിപണിയും മാന്ദ്യത്തിലായി. ഇടയ്ക്കിടെയുള്ള ഗതാഗത വൈദ്യുതി തടസ്സങ്ങളും ചെറുകിട മേഖലയിൽ കടുത്ത ദുരിതമാണ് തീർക്കുന്നത്. മലയോരത്ത് ഇടവിട്ട് പെയ്യുന്ന കനത്ത മഴ ഗ്രാമീണ മേഖലകളിലെ കെട്ടിട നിർമ്മാണങ്ങളെയാണ് പ്രതികൂലമായി ബാധിച്ചത്. നിർമ്മാണ മേഖല സ്തംഭിച്ചതോടെ അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ വിപണിയും മാന്ദ്യത്തിലായി. സിമന്റിന് വില അല്പം കുറഞ്ഞെങ്കിലും വിൽപ്പന നടക്കുന്നില്ല. തൊഴിൽ മേഖലയെയും ഈ പ്രതിസന്ധി കാര്യമായി ബാധിച്ചു. സർക്കാർ അനുമതിയോടെ പ്രവർത്തിക്കുന്ന ക്വാറികളും ക്രഷറുകളും പോലും മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലാണ് ഉള്ളത്. ക്രഷറുകളിൽ നേരത്തെ സ്റ്റോക്കുണ്ടായിരുന്ന മെറ്റൽ, എംസാൻഡ് തുടങ്ങിയവയാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി നിർമ്മാണ മേഖലയിലേക്ക് എത്തിച്ചിരുന്നത്. കാർഷിക അനുബന്ധ മേഖലയിലും മഴ ദുരിതം വിതയ്ക്കുന്നുണ്ട്. 10-15 വർഷമായിട്ട് നിർമ്മാണ മേഖലയിലാണ് പണിയെടുക്കുന്നത്. അപ്പോൾ ഇപ്പം ചെങ്കല്ല് പോയി ചെല്ലിയെല്ലാത്തിനും പിന്നെ വിലയെല്ലാം കൂടിയോണ്ട് ഇങ്ങനെ പണിയുമില്ല. കുറച്ച് കാലമായിട്ട് ദൗർലഭ്യമാണ്. ഇതെല്ലാം പോറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് മഴൻ്റെ സാഹചര്യത്തിൽ പണിയും കുറവാണ്. പണയെല്ലാം വെള്ളം കയറിയിട്ടായിട്ടും അങ്ങനെയായിട്ടും വിലക്കയറ്റം കൊണ്ട് ഇങ്ങനെ ആകെ ബുദ്ധിമുട്ടിയിട്ടുള്ള ഇപ്പോൾ കുറേ 2 മാസമായി ഇപ്പോൾ പണിയൊന്നും ഇല്ലാത്ത. ജോലികളിലധികവും യന്ത്രസഹായത്തോടെ ആയതിനാൽ പതിവായി വൈദ്യുതി മുടങ്ങുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് വാഹന ഗതാഗതത്തെ ബാധിക്കുന്നത് സൈറ്റുകളിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനും പ്രയാസം സൃഷ്ടിക്കുന്നു. ജോലികൾ മുന്നോട്ട് പോകാതിരിക്കുകയും തൊഴിലാളികൾക്ക് കൂലി നൽകേണ്ടി വരികയും ചെയ്യുന്നതും പലരെയും നിർമ്മാണ മേഖലയിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.